എന്തിനറിയാമോ? ഈ മുമ്പേ പോയ പുറകോട്ട് വന്നത് അതോടൊപ്പം മേഘസ്തംഭം എന്ത് ചെയ്തു? പുറകെ വന്നു. ഹല്ലേലൂയ. നോക്കുമ്പോ മേഘസ്തംഭം വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നടക്കുന്നൊന്നും അപ്പുറത്ത് നടക്കുന്നൊന്നും കാണാൻ സാധിക്കും. എത്ര ദൂരമാണ് ശത്രു, എത്ര ദൂരം അകലെയാണെന്നും മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. തപ്പിത്തടയുകയാണ്, ഇരുട്ട് തപ്പിത്തടയുകയാണ്. ഹല്ലേലൂയ. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, മേഘസ്തംഭം എന്ന് പറഞ്ഞാലേ തണുത്തു വിറച്ചു. മേഘത്തിന്റെ അകത്തൂടെ വിമാനം പറത്തിക്കൊണ്ട് പോകണം. വിമാനികളാണ് എനിക്കറിയാൻ കാര്യങ്ങളെ. വിമാനം ഈ ചെറു പ്ലെയിനുകളിലൊക്കെ വിമാനം പറത്തി മേഘത്തിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല AC പോലെ തണുക്കും. മേഘം എന്താണ്? അത് വെള്ളത്തിന്റെ ഒരു പ്രത്യേക പ്രോഡക്റ്റ് അല്ലേ? അല്ലേ? നമുക്കറിയാം മേഘം നിരാവിലെ മേഘം എന്താ ചൂടിക്കുമ്പോഴത്തേക്ക് അത് വെള്ളമായി മാറുന്നത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ മേഘം എന്താണ്? ഒരു വെള്ളത്തിന്റെ പ്രോഡക്റ്റ്. ഹല്ലേലൂയ. അത് തണുപ്പു അവരനുഭവിച്ചു. അതോടൊപ്പം കണ്ണു കാണാനും കഴിയുന്നില്ല. പിന്നീട് കണ്ണു നോക്കണം. ഹല്ലേലൂയ. അവർ വീണ്ടും അടുത്തേക്ക് വന്നപ്പോൾ മോശ കൈനീട്ടി ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. അവരങ്ങോട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും അവരടുത്തു വന്നു. പെട്ടെന്ന് ദൈവത്തിന് അറിയാമോ, അവരെ ഒന്ന് നോക്കി. ആരെ? മിസ്രയീം സൈന്യത്തെ ഒന്ന് നോക്കി. നോക്കിയപ്പോൾ സംഭവിച്ചത് അവരുടെ രഥങ്ങൾ താറുമാറായി. ഹല്ലേലൂയ. രഥങ്ങൾ ഓടുവാൻ കഴിയാതെ മുന്നോട്ട് ചലിക്കാൻ രഥചക്രങ്ങൾ അവിടെ തടയപ്പെട്ടു. രഥചക്രങ്ങൾ കുഴഞ്ഞു. ഹല്ലേലൂയ. അവരുടെ യാത്ര താറുമാറായി. അപ്പോൾ അവർ പറഞ്ഞു, രക്ഷയില്ല, ഇസ്രായേലിന്റെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. പ്രയാസ സന്ദർഭങ്ങളിൽ എടുത്തുപോകുന്ന ദൈവമല്ല, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധവീരൻ. അപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ ഇസ്രായേൽ മക്കളെല്ലാം അതിക്ക് അപ്പുറം കിടന്നു. വീണ്ടും ദൈവം പറഞ്ഞു, എന്ത് ചെയ്യണം? വീണ്ടും കൈനീട്ടം. ഹല്ലേലൂയ. കൈനീട്ടിയപ്പോൾ വീണ്ടും കടന്നു, വീണ്ടും മടങ്ങി. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നു മിസ്രയീം സൈന്യം എതിരെ ഒന്ന് ഓടി നോക്കി അല്ലേ? അവരെതിരെ ഒന്ന് ഓടി, വെള്ളം വരുന്ന എതിരെ ഓടി നോക്കി. പക്ഷേ എല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചത്തു. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന ജനം, ഹല്ലേലൂയ, അക്കരയ്ക്ക് നിലവിളിച്ച ജനം ഇക്കരെ സന്തോഷിക്കുവാൻ സന്തോഷിക്കുന്ന ചെങ്കടലിന്റെ കരയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു സങ്കീർത്തനം വായിച്ചാ വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-ാം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനമായി പാടി ചൊല്ലിയതെന്നാൽ, ഹല്ലേലൂയ. മോശയും ഇസ്രായേൽ മക്കളും വന്ന് യഹോവയ്ക്ക് സങ്കീർത്തനമായി പാടി. ആരാ അവർ? വിടുതൽ കണ്ട ജനം, വിടുതൽ അനുഭവിച്ച ജനം, അത്ഭുതം കണ്ട ജനം സങ്കീർത്തനം പാടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം കണ്ട ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിശയം കണ്ട അവരുടെ പ്രവൃത്തി കഴിഞ്ഞ ആഴ്ച കണ്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനങ്ങളെ പാടി ദൈവത്തെ തുതിച്ചാണ് തന്റെ ശക്തിയോടെ ചേർത്ത് അവര് സങ്കീർത്തനം പാടിയത് 7 കാര്യങ്ങളാണ്. അവർ പറഞ്ഞു, ഒന്ന്,
നമ്മുടെ ദൈവം മഹോന്നതൻ. ആമേൻ. ആരാണ്? മഹോന്നതൻ. വീണ്ടും പറഞ്ഞു അവൻ യുദ്ധവീരൻ. അവൻ വീണ്ടും പറഞ്ഞു അവൻ മഹാപ്രഭാവമുള്ളവൻ. അവൻ വീണ്ടും പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ വിശുദ്ധിയിൽ മഹിമയുള്ളവൻ. അവൻ വീണ്ടും പറഞ്ഞു സ്തുതികൾ ഭയങ്കരൻ. അവൻ വീണ്ടും പറഞ്ഞു ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു അവൻ മഹാത്മ്യമുള്ള ഭുജമുള്ളവൻ. പാടുന്ന പാട്ടാ ഇന്ന് കണ്ട ഇസ്രായേലിനെ നിങ്ങൾ മേലാൽ ഓ ഇന്ന് കണ്ട പ്രതികൂലങ്ങളെ നിങ്ങൾ മേലാൽ കാണുക. ഇന്ന് കണ്ട തടസ്സങ്ങളെ നിങ്ങൾ മേലാൽ കാണുക. ഇന്ന് രോഗങ്ങളെ നിങ്ങൾ മേലാൽ കാണുക. നിങ്ങളുടെ ശക്തിയോടെ ചേർത്തടിച്ച് നിങ്ങളുടെ സ്തുതിച്ചോടെ ഹല്ലേലൂയ ഉയർത്തപ്പിച്ചായ പായ നിങ്ങളേക്ക് വന്ന് പണിയുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം ആർക്ക് പാടാനുള്ളതാ? വിടുതൽ ലഭിച്ചവൻ, അത്ഭുതം കണ്ടവൻ, ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവൻ. നമ്മൾ ആരാണ്? വിടുതലുകൾ ദിനത്തോറും അനുഭവിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, ദാവീദ് പറയുന്നു ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഞാൻ നിനക്ക് പുതിയ ഒരു പാട്ട് പാടും. 10 കമ്പിയുള്ള വീണുകൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. പറയുന്നത് എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തട്ടെ, വിശ്വാസമാകുന്ന യഹോവ വാഴ്ത്തട്ടെ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വെല്ലുകളെയും അഭ്യസിപ്പിക്കും. ഇത് കേട്ടാലും ഓരോ ദിവസവും ഇങ്ങനെ നഖമൊക്കെ അധികം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്കി കേട്ടത് ഓരോ ദിവസം പിശാചൻ ആൾക്കാരെ നെക്കിക്കൊല്ലാൻ വേണ്ടി നഖമൊക്കെ ഇങ്ങനെ ഓരോ ദിവസത്തെയും വളർത്തി കൊടുത്തോണ്ടിരിക്കാൻ തോന്നുന്നത് വാക്കി വായിച്ചാൽ അല്ല. ഹല്ലേലൂയ. അവൻ കരങ്ങളെ തട്ടി ആരാധിക്കുന്നതായോ 10 കമ്പിയുള്ള വീണ ഏതാണ്? 10 കമ്പിയുള്ള വീണ അത് ചേർത്തടിച്ചാണ് ശത്രു പരാജയപ്പെടുകയാണ്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 കമ്പിയുള്ള വീണ കൊണ്ട് ഞാൻ അവനെ പാട്ട് അവസാനമാക്കി പറയുന്നു ഈ സ്ഥിതി ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായ ജനം ഭാഗ്യമുള്ളത്. ഏതു സ്ഥിതിയിൽ ഹല്ലേലൂയ. ഒന്ന് പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന മക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മക്കളെ ദൈവം തഴച്ചു വളർത്തുകയാണ്, രോഗിയാക്കുകയല്ല. ഈ സ്ഥിതി ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ. ദിനംതോറും തലമുറയെ അവൻ ശക്തിപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്, വളർത്തുകയാണ്, വളർത്തുകയല്ല. തലമുറയെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ, പുത്രിമാർ അരമനയുടെ മാതിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെ, കളപ്പുരകൾ വിവിധ ധാന്യങ്ങൾക്ക് വന്നപ്പണം നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയും മക്കളെ. വിശ്വസിക്ക്, വിശ്വസിക്ക്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യം. ഞാൻ പരമാത്മയോട് പറയാൻ പോകാം. നിന്റെ ദൈവത്തെ കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യം. നീ അവനെ സ്നേഹിച്ച സൂര്യനെ പോലും ഒരു ദിവസത്തെ നിർത്തിവെക്കുവാൻ തയ്യാറാണ്. സൂര്യ പണി മുണ്ടടാ, എന്റെ ദാസൻ വന്ന് നിൽക്കാൻ അവിടെ നിൽക്കണം എന്ന് പറയത്തക്കവണ്ണം എത്ര വലിയ പ്രതിജ്ഞയാണ് അവന്റെ മക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ പറയുന്നു കളപ്പുരകൾ നിറഞ്ഞിരിക്കട്ടെ.
ആടുകൾ 1000-ആയി 10,000-ആയി, കാളകൾ ചുമട് ആരോഗ്യമുള്ള കാളകൾ, മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും നിലവിളിയും ഭീതികൾ നിലവിളിയും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും എവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ജനം തയ്യാറാകും അവിടൊക്കെ ഈ അനുഗ്രഹങ്ങളുണ്ട്. അവിടെ മതിലാരും പകർത്താൻ വരത്തില്ല, അവിടെ പടനീക്കങ്ങൾ ഉണ്ടാകത്തില്ല, അവിടെ ഭീതികൾ നിലവിളി ഉണ്ടാകുകയില്ല. പുത്രന്മാർ കരഞ്ഞും പുത്രിമാർ ഭയച്ചും പലപ്പോഴും പറഞ്ഞിരിക്കും. ഉൾപ്പുറങ്ങൾ 1000-ആയി 10,000-ആയി വ്യക്തിവിരകം സമയം